ഗുരുദേവന്റെ ദിവ്യജ്യോതി ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുനിസിപ്പൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ദിവ്യജ്യോതിയെ യൂണിയൻ ഭാരവാഹികളും സംഘടനാ ഭാരവാഹികളും ശാഖാ ഭാരവാഹികളും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വരവേറ്റു. തുടർന്ന് ജ്യോതി പര്യടന സമ്മേളനവും സ്വാഗതം ആശംസിച്ചത് ശ്രീ ഷൈജു മനക്കപ്പടി, യൂണിയൻ കൺവീനർ. അധ്യക്ഷൻ ശ്രീ CN രാധാകൃഷ്ണൻ, യൂണിയൻ ചെയർമാൻ. ഉദ്ഘാടനം ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികൾ, മഠാധിപതി, ആലുവ അദ്വൈതാശ്രമം. മുഖ്യ പ്രഭാഷണം ശ്രീമതി ഷീബ ടീച്ചർ. അനുഗ്രഹ പ്രഭാഷണം ശ്രീ PS ജയരാജ്. മേഖലാതല കലാമത്സര വിജയികൾക്ക് സമ്മാനദാനം നൽകിയത് ശ്രീ MB ബിനു. വീട് ലഭിച്ചവരുടെ ആധാര കൈമാറ്റം MJ രാജു, മുനിസിപ്പൽ വൈസ് ചെയർമാൻ. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീമതി ഐഷ രാധാകൃഷ്ണൻ, TM ദിലീപ്, VN നാഗേഷ്, VP ഷാജി, പ്രവീൺ തങ്കപ്പൻ, അഖിൽ ബിനു, ഷൈജ മുരളീധരൻ, ബിപിൻ രാജ്, സുധീഷ് വള്ളുവള്ളി, MR സുദർശൻ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ആലുവ അദ്വൈതാശ്രമത്തിലെ ഇടാവിളക്കിൽ നിന്നും ആശ്രമത്തിന്റെ മഠാധിപതി ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികള് പകർന്നു തന്ന ആ ദിവ്യജ്യോതി പറവൂർ SNDP യൂണിയനിലെ കുടുംബാംഗങ്ങൾക്ക് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. നാളെ രാവിലെ മുതൽ 7 മേഖലകളുടെയും 72 ശാഖായോഗങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഭക്തിയോടെ അതിനെ സ്വീകരിച്ചുകൊണ്ട് ശാഖാ കുടുംബാംഗങ്ങൾ നിർവൃതി അടയുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. അതിനുശേഷം നമുക്കറിയാം, നമ്മുടെ കൺകണ്ട ദൈവമായ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ദിനം വരുന്ന 20-ാം തീയതി പറവൂർ പട്ടണത്തെ മഞ്ഞപ്പട്ടണിപ്പിച്ചുകൊണ്ട് പറവൂർ പട്ടണത്തിൽ ഒരു ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ജയന്തി ഘോഷയാത്രയാണ് നടക്കാൻ പോകുന്നത്. ബന്ധിയിൽ തന്നെയാണ് അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മുടെ SNDP യോഗത്തിൻ്റെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി ഇപ്പോൾ തന്നെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് 75 ലക്ഷം രൂപ നൽകിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലുണ്ടായ ദുരന്തമാണ്. ഈ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനൊരു പാരിസ്ഥിതിക ദർശനമുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഗുരു അക്കാര്യത്തിൽ മനുഷ്യനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ മനുഷ്യ ജീവികൾക്ക്
യാതൊരു വ്യവസ്ഥയുമില്ലാതെയായിരിക്കുന്നു. അവൻ ഭൂമിയുടെ ആഴങ്ങളോളം തുരന്ന് ചെന്ന് ഈ ഭൂമിയുടെ വ്യവസ്ഥയാകെ തന്നെ നശിപ്പിച്ചു കളയുന്നു. മനുഷ്യൻ്റെ ചെയ്തികളുടെ ഫലമായുണ്ടാകുന്ന ദുരന്തം മനുഷ്യൻ മാത്രം അനുഭവിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വനത്തിലെ സാധുക്കളായ ജീവികൾക്ക് പോലും മനുഷ്യൻ്റെ ചെയ്തികൾ മൂലം ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്ന് ഏതാണ്ട് 100 കൊല്ലങ്ങൾക്ക് മുൻപ് ഭഗവാൻ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്ന്. ജ്യോതി പ്രയാണത്തിൻ്റെ ഏറ്റുവാങ്ങലും അതിൻ്റെ സമ്മേളനമാണ്. ലോകത്തിന് മുഴുവൻ, മാനവരാശിക്ക് മുഴുവൻ സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും തിരുനാളം കൈമാറിയ ലോകാരാധ്യനായ ഗുരുദേവൻ്റെ 170ാം ജന്മദിനാഘോഷം. സ്വാമികളുടെ സൂചിപ്പിച്ചതുപോലെ സുഗന്ധമുള്ള ചെമ്പഴന്തി എന്ന ആ മനോഹരമായ ഗ്രാമത്തിൽ വയൽവാരത്തെ വീട്ടിൽ പാഠനാശാനും കുട്ടിയമ്മയ്ക്കും മകനായി പൂജാതനായ നാണുവെന്ന കുഞ്ഞ് ദാനുവായി നാരായണനായി ശ്രീനാരായണ ഗുരുദേവനായി ഇന്ന് ലോകം മുഴുവനും ആദരിക്കുന്ന വിശ്വഗുരുവായി. അനുഗ്രഹ പ്രഭാഷണം വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ധർമ്മചൈതന്യ സ്വാമികളെ ഇവിടെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അത് കൊണ്ടുതന്നെ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ സമുചിതമായിട്ട് ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒത്തുചേർന്നപ്പോൾ ഇത് പലതരത്തിലും ശരിയാണോ, ഇപ്പോൾ ആഘോഷങ്ങൾ നടത്തേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളൊരു ചില മുൻമുറുപ്പുകളൊക്കെ നമ്മുടെ കോണുകളിൽ നിന്ന് വന്നു പോയിരിക്കുക. പറവൂർ SNDP യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക. പറവൂർ SNDP യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂത്ത് മൂവ്മെന്റിന്റെ ഒരു പ്രവർത്തകൻ ഇവിടെ ഉണ്ടായിരുന്നു. അഭിജിത്ത് കരിപ്പാടം ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാം. കാരണം വയനാടിൽ ഒരു പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ഈ കേരളത്തിലെ ഇന്നലെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന SNDP ശാഖയിലെയും മറ്റ് പ്രസ്ഥാനങ്ങളിലെയും പ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ആ ദുരന്തമുഖത്ത് പോയി 3 ദിവസം മൃതശരീരം എടുക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്.